أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا الله العظيم. അൽ-ഫുർഖാൻ 20. വമാ അർസൽന, നാം അയച്ചിട്ടില്ല ഖബലക, താങ്കൾക്ക് മുമ്പ്, മിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവരായ അഥവാ മുർസലീങ്ങളായിട്ട്, ദൈവദൂതന്മാരായിട്ട് നാം അയച്ചിട്ടില്ല. ഇല്ലാ, അല്ലാതെ, ഇന്നഹും, നിശ്ചയം അവർ, ലയക്കുലൂന തആമ, അന്നം തിന്നുന്നവർ തന്നെയായിരുന്നു. അന്നം തിന്നുന്നവർ തന്നെയായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് നാം റസൂലുമാരായവരെ അയച്ചിട്ടില്ല. വയംഷൂന ഫിൽ അസ്വാഖി, അങ്ങാടിയിലൂടെ നടക്കുന്നവരും. വയംഷൂന, നടക്കുന്നവർ, ഫിൽ അസ്വാഖ്, സൂഖുൻ ജമ്മ് അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നവരായിട്ടും അന്നം തിന്നുന്നവരുമായിട്ടുമല്ലാതെ താങ്കൾക്ക് മുമ്പ് നാം റസൂലുമാരെ അയച്ചിട്ടില്ല. വജഅൽന, നാം ആക്കിയിരിക്കുന്നു, ബഅ്ലുക്കും, നിങ്ങളിൽ ചിലരെ, ലി ബഅ്ലിൻ, ചിലർക്ക്, ഫിത്നതൻ, പരീക്ഷണം. അതസ്ബിറൂന, നിങ്ങൾ ക്ഷമിക്കുമോ? വക്കാന റബ്ബുക ബസീറ, താങ്കളുടെ നാഥൻ എല്ലാം സൂക്ഷ്മമായി കാണുന്നവനാകുന്നു. നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. മാലിഹാദർ റസൂൽ യഅ്കുലൂന തആമ വയംശൂന ഫിൽ അസ്വാഖി എന്ന് ചോദിച്ചല്ലോ. അതിന് അല്ലാഹു പറയുന്ന മറുപടിയാണ്, താങ്കൾക്ക് മുമ്പ് അയച്ച എല്ലാ റസൂലുമാരും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന്. ഖുർആനിൽ മറ്റിടത്തും അത് കാണാൻ കഴിയും. ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ, വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ, താങ്കൾക്ക് മുമ്പ് മനുഷ്യന്മാരെ അല്ലാതെ റസൂലുമാരായിട്ട് അയച്ചിട്ടില്ല. അതുപോലെ സൂറത്തുൽ അംബിയാഇൽ, വമാ ജഅൽനാഹും ജസദൻ ലാ യഅ്കുലൂന തആമ, അവർക്കാർക്കും നാം തിന്നാത്ത ശരീരം കൊടുത്തിട്ടില്ല. അതുപോലെ ഈസാ അലൈഹി സ്വലാമിനെയും മറിയം ബീവിയെയും കുറിച്ച് പറഞ്ഞു, കാന യഅ്കുലാനി തആമ. ഇങ്ങനെ വേദക്കാർ നബിമാരാണെന്ന് പറയുന്നവരും മക്കാ മുശ്രിക്കുകൾ നബിമാരായിട്ട് അംഗീകരിക്കുന്നവരും ഇബ്രാഹിം അലൈഹി സ്വലാം വരെ മഹാനും റസൂലുമാണ് എന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നവരായിരുന്നല്ലോ മക്കാ മുശ്രിക്കുകൾ. അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതിൽ ഇവർക്കൊരു യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ദൈവങ്ങളായി പ്രതിഷ്ഠിച്ചിട്ടുള്ളവർക്ക് പോലും ഭക്ഷണം കൊടുക്കുന്നവരാണല്ലോ മുശ്രിക്കുകൾ. വെറും കല്ലുകളെ ചെത്തിമിനുക്കി ആൾരൂപമുണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ട് ആ കല്ലുകൾക്ക് തിന്നാൻ കൊടുക്കുന്നവരാണ് മുശ്രിക്കുകൾ. പാല് വരെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലും കാണാമല്ലോ, വിഗ്രഹത്തിന് പാല് കൊടുക്കുന്നവർ. അങ്ങനെ ദൈവങ്ങളായി ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ് മനുഷ്യനായ റസൂൽ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ അസാംഗത്യം. അതുകൊണ്ട് പറയുകയാണ്, മുമ്പ് വന്ന എല്ലാ റസൂലുമാരും ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്നവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ സാധാരണ ജീവിതം നയിക്കുന്നവർ എന്നാണ്. അങ്ങാടിയിലൂടെ പോകും, സാധനങ്ങൾ വാങ്ങും, വിൽക്കും, അങ്ങനെയൊക്കെ. അതുപോലെ സമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കും. അവരാഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ ചോദിച്ചിരുന്നത് ഏതോ ഒരു ആശ്രമം ഉണ്ടാക്കി തോട്ടത്തിൻ്റെ ഉള്ളിൽ, കൊട്ടാരത്തിൽ, അങ്ങനെ ആർക്കും കാണാൻ കഴിയാത്തടത്ത് ഇങ്ങനെ പാർക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാക്കുക, വലിയ നിധികൾ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പന്ന കൊട്ടാരവാസിയായിട്ട് എവിടെയോ ഇരിക്കുന്ന ഒരു ദിവ്യനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്നെങ്കിൽ രണ്ട് കാര്യമാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരുടെ
അരുതായ്മകളെയൊന്നും ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ തിരുത്തുകയോ ഒന്നും ചെയ്യുകയില്ല. പകരം അവരിലെ വലിയ പുള്ളികളെയൊക്കെ ഇങ്ങനെ ആദരിച്ചും അവരൊക്കെ മുൻനിരയിലിരുത്തി ബഹുമാനിച്ചും ഒക്കെയുള്ള ഒരു ആശ്രമ ജീവിതം നയിച്ചുകൊള്ളുമായിരുന്നു. അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, ഇതെന്താണ് അള്ളാഹിൻ്റെ റസൂലായിട്ട് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടന്ന് മനുഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ ഇടപെടുന്നത്? മക്കി നബിമാരെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷുഹൈബ് നബി അലൈഹി സ്വലാമിനോട് ദൈവങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തുകൂടാന്നും പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ എന്ന് ഷുഹൈബ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചത് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ അങ്ങാടിയിലൂടെ നടന്നാലുള്ള പ്രശ്നം. പണം അവിടെ കൊണ്ടുപോയി കാണിക്ക അർപ്പിക്കുക, അല്ലെങ്കിൽ സംഭാവന കൊടുക്കുക, അത് സ്വീകരിക്കുക. അതിലപ്പുറം എങ്ങനെയാണ് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നൊക്കെ നോക്കാൻ വരുന്ന റസൂലാണെങ്കിൽ വലിയ പ്രശ്നമാണ്. പിൽക്കാലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത് വരെ മദീന ജീവിതത്തിൽ കാണാൻ കഴിയും. അങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു റസൂലാകുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടായിരുന്നു ചോദ്യം. അതിന് അള്ളാഹിന്റെ മറുപടി എല്ലാ റസൂലുമാരും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. വജഅൽനാ ബഅലക്കും ലിബഅലിൻ ഫിത്നതൻ അതസ്ബിറൂൻ. നിങ്ങളിൽ ചിലരെ ചിലർക്ക് നാം പരീക്ഷണമാക്കിയിരിക്കുന്നു, നിങ്ങളത് ക്ഷമയോടെ ക്ഷമിക്കുമോ എന്നതാണ് പരീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ പറയുന്നത് വമാ അർസൽനാ ഖബലക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോമിനീങ്ങളോടുകൂടിയുള്ള വർത്താനാണ്. അഥവാ മോമിനുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒക്കെ ഒരു പരീക്ഷണമുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട്. عن عياض بن حمار عن رسول الله صلى الله عليه وسلم يقول الله تعالى إني مبتليك ومبتل بك. അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറഞ്ഞു എന്നാണ്, ഞാൻ താങ്കളെ പരീക്ഷിക്കുന്നുണ്ട്, താങ്കളെ കൊണ്ടും പരീക്ഷിക്കുന്നുണ്ട്. അഥവാ റസൂലുള്ളാഹിനെ കൊണ്ട് ആളുകളെയും പരീക്ഷിക്കുന്നുണ്ട്, ആളുകളെ കൊണ്ട് റസൂലുള്ളാഹിനെയും പരീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. അതുപോലെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലൗ ഷിഅ്തു ലഅജ്റല്ലാഹു മഅയ ജിബാല ദഹബി വൽ ഫിദ്ദ, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അഥവാ എനിക്കങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പർവ്വതങ്ങളെ എൻ്റെ കൂടെ നടത്തുമായിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ അതൊന്നുമല്ല, സബറാണ്, പരീക്ഷണമാണ്, ജീവിതം തന്നെ അതാണെന്ന് പറയുന്നുണ്ട്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ പറയുന്ന പരീക്ഷണം എന്താണ്? അഥവാ മുശ്രിക്ക് എതിരാളികൾക്ക് ഒരു പരീക്ഷണമുണ്ട്. അവര് അല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വാരിക്കോരി ദുനിയാവ് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മനുഷ്യന് ഒരു സബറും ആവശ്യമില്ലാതെ, ഒരു ത്യാഗവും ചെയ്യേണ്ടതില്ലാതെ, ഒരു വിശുദ്ധിയും കൈക്കൊള്ളേണ്ടതില്ലാതെ സകല ദുഷ്ടന്മാരും വന്ന് ദീനിലടിയും. അങ്ങനെ ദീനീ സമൂഹം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ ഒരു പാർട്ടി ആയിരിക്കും. അത് സ്വീകരിക്കാത്തവർ, എതിരാളികൾ എന്ന് പറഞ്ഞത് ഏഴകളും തോഴകളും ഉള്ള അള്ളാന്റെ നിഅമത്ത് ലഭിക്കാത്ത ഒരു പാർട്ടി ആയിരിക്കും. കാരണം അവർക്ക് ഈമാനില്ല, അതുകൊണ്ട് അള്ളാഹു അവർക്ക് സമ്പത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മുശ്രിക്കുകൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അത് എക്കാലത്തും നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിൽ വരുന്ന നാശങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടും അത് അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള വിലയിരുത്തലും ഒക്കെ നിഷേധികൾ നടത്തുന്നത് കാണാൻ കഴിയും. അതുപോലെ ഭൗതിക സമ്പത്ത് യഥേഷ്ടം കിട്ടിയാൽ അതൊക്കെ ദൈവം എൻ്റെ കൂടെയാണ് എന്നതിൻ്റെ തെളിവായിട്ട് മുശ്രിക്കുകൾ സാധാരണ തന്നെ പറയുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അല്ലാഹു തആല പറയുന്നത് മുശ്രിക്കിന് അല്ലെങ്കിൽ കാഫിറിനുള്ള പരീക്ഷണം എന്താണ്? അല്ലാഹ്ക്ക് കീഴ്പ്പെട്ട് മോഹങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അതിൽ ചുരുക്കി അല്ലാഹു ഹലാലാക്കിയത് മതി എനിക്ക് എന്ന് തീരുമാനിച്ച് അല്ലാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ, അഥവാ അങ്ങനെ പാവങ്ങളായി മോമിനുകളുടെ കൂടെ കൂടാൻ തയ്യാറുണ്ടോ എന്നതാണ് കാഫിറിനുള്ള പരീക്ഷണം. എന്നാൽ കാഫിറിനെ കൊണ്ട് മോമിനുകൾക്കും ഒരു പരീക്ഷണമുണ്ട്. അതെന്താണ്? നിഷേധികളായ ആളുകൾ
ഇമാതിരി ചോദ്യമൊക്കെ ചോദിക്കും, അതുപോലെ എതിർക്കും, പരിഹസിക്കും, തടസ്സപ്പെടുത്തും, തടഞ്ഞുവെക്കും, അക്രമത്തിന് മുതിരുമൊക്കെ ചെയ്യും. എന്തൊക്കെ വന്നാലും ശരി എല്ലാം സഹിച്ച് സത്യമെന്ന് ബോധ്യപ്പെട്ടതിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് അവർക്ക് പരീക്ഷണം. അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണമാണ്. ഇവരെന്ത് മോമിനുകൾ, ഈ ദരിദ്രവാസികളാണോ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ? ഇതിലേക്കാണോ എന്നെ വിളിക്കുന്നത്? ഞാനില്ല. നല്ല സമ്പത്ത് ഒക്കെ കിട്ടുന്ന വഴിയാണെങ്കിലേ ഞാനുള്ളൂ. അതവരുടെ ദുഷ്ട മനസ്സാണ്. ഭൗതിക നേട്ടങ്ങളുണ്ടെങ്കിൽ മാത്രമേ സത്യം അംഗീകരിക്കൂ, നന്മ അംഗീകരിക്കൂ. അല്ല, എന്ത് ത്യാഗം ചെയ്തും സത്യവും നന്മയും അംഗീകരിക്കാൻ തയ്യാറുണ്ടോയെന്ന് കാഫിറിന് പരീക്ഷണം. അത് മൂമിനെ കാണുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല ക്ഷമിക്കാൻ. തിരിച്ച് മൂമിനുകൾക്ക് അങ്ങനെ തന്നെയാണ്. നിഷേധികൾ ഇമാതിരി എതിർപ്പുകളൊക്കെ വരുമ്പോൾ എതിർപ്പുകളൊക്കെ അവഗണിച്ച് സത്യത്തോടൊപ്പം നിൽക്കാൻ സന്നദ്ധരുണ്ടോ എന്നാണ് റസൂലുള്ളാഹിമാർക്കും മോമിനുകൾക്കും ഉള്ള പരീക്ഷണം. പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞതാണ്, നബിയ്യിൻ ഖാതല മഅഹു റബ്ബിയൂന കസീറുൻ വമസ്തകാനു വമാ ദഅഫു. എത്ര നബിമാർ, ഭക്തന്മാരായ ആളുകൾ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവർ ദുർബലരായിട്ടില്ല, അവർ തളർന്നു പോയിട്ടില്ല എന്നൊക്കെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് ബലാ. വക്കാന റബ്ബുക ബസീറ, താങ്കളുടെ റബ്ബ് എല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആര് എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആലാക്ക് അറിയാതെ പോകുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ നിലപാടനുസരിച്ച് അവരെ പരിഗണിക്കാനും, അവരെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാനും, അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹിക്കാനും ഒക്കെ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് മുന്തിയ കൂട്ടർ എന്നൊരു കൂട്ടരെ അവകാശപ്പെട്ട് അവരുടെ കരുത്തുപയോഗിച്ചുകൊണ്ട് മേന്മ അവകാശപ്പെടുകയും അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അതിന് കഴിയാത്ത പാവങ്ങൾ കുടുങ്ങിപ്പോയി. അങ്ങനെയൊന്നും അള്ളാൻ്റെ അടുത്ത് സംഭവിക്കൂല. കാരണം അള്ളാഹു എല്ലാം കണ്ടും അറിഞ്ഞും വളരെ സൂക്ഷ്മമായി അറിഞ്ഞും കൊണ്ടിരിക്കുന്നവനാണ് എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബലാകളിലും സബർ കൈക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ, പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.